ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകളെ, കീം എഴുതാൻ വേണ്ടി പോകുന്ന +2 കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും റിപ്പീറ്റേഴ്സിനും ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ താഴെ കീം കമ്മ്യൂണിറ്റിയുടെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ എടുക്കേണ്ട കോഴ്സുകൾ, കീമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, മറ്റ് ഡിഗ്രി അഡ്മിഷൻ, ഈ തരത്തിൽ എല്ലാവിധ കരിയർ ഓപ്ഷൻസും ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ചാനൽ വഴി. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. കാര്യത്തിലേക്ക് കടക്കാം. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചിറക്കിയ പലർക്കും ജോലി ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് എന്തിനും വീണ്ടും എഞ്ചിനീയറിംഗ് എടുക്കുന്നു എന്നൊരു ഡൗട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പേടിക്കേണ്ട. 2026 ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ AI റിലേറ്റഡ്, റോബോട്ടിക് റിലേറ്റഡ് ഒരുപാട് കോഴ്സുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ശുഭവാർത്തയാണ്. ഒന്ന്, കേരളത്തിൽ എഞ്ചിനീയറിംഗിനുള്ള കുട്ടികളുടെ ട്രെൻഡ് കൂടുന്നുണ്ട്, അതായത് കുട്ടികൾക്ക് അതിനോടുള്ള അഭിരുചി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കോമ്പറ്റീഷൻ കുറച്ചുകൂടി ടൈറ്റ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന നിരക്കുണ്ടല്ലോ, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്നവർക്കിടയിൽ കുറയുന്നു എന്ന ശുഭകരമായ വാർത്തയും വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് മേഖലകളിലേക്ക്, IT റിലേറ്റഡ് എഞ്ചിനീയറിംഗ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ ഇപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാനില്ല. അവിടെ ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കീം വിദ്യാർത്ഥികളോടാണ്, നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാൻ, നല്ലൊരു മേഖലയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അതിനുള്ള ഫസ്റ്റ് ചവിട്ടുപടിയാണ് കീം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്, ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക്, പ്രധാനപ്പെട്ട പരീക്ഷയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് ഈ 3 സബ്ജക്റ്റിനും എത്ര മാർക്ക് +2 കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെ 5:3:2 എന്ന റേഷ്യോയിലാക്കിയിട്ട് അത് 300-ൽ എത്ര മാർക്ക് കിട്ടുമെന്ന് ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. സിമ്പിൾ. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്നത് കീമാണ്. കീം 300-ന് എത്രയാണ് മേടിക്കേണ്ടത്, എത്ര റാങ്കിനകത്ത് വന്നാൽ ഇതൊക്കെ കിട്ടുമെന്ന് ഏകദേശം ഒരു ധാരണയുണ്ട്. ഇല്ല എങ്കിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് 300 മാർക്കിൽ എത്ര +2 നിങ്ങൾക്ക് കിട്ടും ഈ ഒരു റേഷ്യോയിൽ, അതാണ് നിങ്ങളുടെ കീം റാങ്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പോകുന്ന മാർക്കിന്റെ പകുതി. ബാക്കി പകുതിയാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന കീം. ഇനി കീമുമായി ബന്ധപ്പെട്ട് 13 മുതൽ 23 വരെയാണ്. ചിലർ ഫാർമസി മാത്രം കൊടുത്തിട്ടുണ്ട്, ചിലർ എഞ്ചിനീയറിംഗ് കൊടുത്തിട്ടുണ്ട്, ചിലർ രണ്ടും എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അതിന്റെ ഡൗൺലോഡ് ഓപ്ഷൻ ഉൾപ്പെടെ സിഇയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വഴി, അവരുടെ പോർട്ടൽ വഴി വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്ലോട്ടും നിങ്ങളുടെ സ്കൂളും ഒക്കെ അറിയാൻ പറ്റും. പോവുക, കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ക്രാഷായിട്ട് ഇതുവരെയും പ്രിപ്പയർ ചെയ്യാത്തവർക്ക് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ, അതായത് മാർച്ച് 30 കൂടി നിങ്ങളുടെ എക്സാമുകൾ കഴിയുകയാണ്. അതിനുശേഷം 13, കൃത്യമായി പറഞ്ഞാൽ 10-12 ദിവസമുണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ. മാക്സിമം PVQs സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു റൂള്, പ്രത്യേകിച്ച് കീമിന്റെ കാര്യത്തിൽ. സോ ഞാൻ ഒരു തരത്തിലുള്ള കോച്ചിങ്ങോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റിപ്പീറ്റിങ്ങോ പോവാതെ PVQസിന്റെ ബേസിൽ മാത്രം ഫസ്റ്റ് ചാൻസിൽ തന്നെ CETയിൽ അഡ്മിഷൻ നേടിയതാണ്. സോ ഞാൻ അഗെയിൻ പറയുന്നു, PVQs വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങൾ ഈ ചാനൽ വഴി എന്തായാലും ഇടാം. അപ്പോൾ മറക്കണ്ട, ഇതൊക്കെയാണ്. അഡ്മിറ്റ് കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ 300 മാർക്കിൽ എത്ര കിട്ടും എന്നുള്ളത് ആരും മറക്കണ്ട, ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചേക്കുക. ജസ്റ്റ് ഒന്ന് കമന്റ് കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. മറ്റ് എല്ലാവിധ കരിയർ റിലേറ്റഡ് വാർത്തകളും ഇവിടെ ലഭിക്കും. പ്രത്യേകിച്ച് ഈ ഒരു അക്കാദമിക് ഇയറിൽ പേടിക്കേണ്ട, നിങ്ങളുടെ എല്ലാവിധ അഡ്മിഷൻസും നമുക്ക് സെറ്റ് ആക്കാം. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.